മാധ്യമപ്രവർത്തകർക്ക് ജീവന് ഭീഷണിയുമായി ഒരുവൻ ഇറങ്ങിയിട്ടുണ്ട്. ഇതാ കണ്ടോ. പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് എന്റെ ഫോട്ടോ എവിടെയെങ്കിലും വന്ന പിന്നെ നിന്റെ മരണോ അടിയന്തരം ഞാൻ ഒരുമിച്ച് മരണോ അടിയന്തരോ ഒരുമിച്ച് ഇജാതി മാസ്. ബാക്കിയുടെ കേട്ടോ. അയ്യോ അണ്ണന് നടക്കാൻ വയ്യേ. എന്റെ ഫോട്ടോ മാധ്യമത്തിൽ വന്ന പറഞ്ഞുകൊണ്ട് നീ മൊബൈലിലെടുത്ത് ഫേസ്ബുക്കിലല്ലേ എവിടെ ഇട്ടാലും ശരി തന്നെ എന്റെ ഫോട്ടോ എന്നാൽ നിന്നെ ഞാൻ ഉറക്കും. ഇതിന്റെ കടയിൽ കൂടെ എനിക്ക് കുറച്ച് ചില കൂടാവും. അയ്യോ വേണ്ട അണ്ണ, അവൻ തനിയെ ഉറങ്ങിക്കോളും. നിങ്ങൾ ആദ്യം 2 കാലിലൊന്ന് എഴിച്ച് നടക്ക്. എന്റെ ഫോട്ടോ വല്ല മാധ്യമത്തിൽ വരണം. നിന്നെ കൊണ്ട് പറ്റുന്നത് നീ ചെയ്തു പോകും. മാധ്യമപ്രവർത്തകന് നേരെ ലഹരി കേസ് പ്രതിയുടെ വധഭീഷണി. പ്രതിയുടെ വീഡിയോ പകർത്തുന്നതിനിടെയാണ് ഭീഷണി മുഴക്കിയത്. പൂവച്ചലിലാണ് സംഭവം. പൂവച്ചൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്ത് വാടക വീട് കേന്ദ്രീകരിച്ച് വിദേശ മദ്യവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും വിൽപ്പന നടത്തിയ ഭിന്നശേഷിക്കാരനായ പ്രദീപ് കുമാറിനെയാണ് കാട്ടാക്കട പോലീസ് അറസ്റ്റ് ചെയ്തത്. 10 വർഷത്തോളമായി മുളമൂട് ജംഗ്ഷന് സമീപം പരസ്യമായാണ് ഇയാൾ കച്ചവടം നടത്തിയിരുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. അപ്പോൾ ലഹരി അതായത് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തി, അതുപോലെ വിദേശ മദ്യവും അനധികൃതമായി വിൽപ്പന നടത്തി എന്നുള്ളതാണ് പുള്ളിക്കെതിരെയുള്ള കേസ്. അതിന് പോലീസ് പിടിച്ചു. ഇപ്പോൾ ഇതിൽ ഭിന്നശേഷിക്കാരനായ ഒരു യുവാവിനെ കളിയാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതുപോലുള്ള ഐറ്റങ്ങളെ കാണുമ്പോഴത്തേക്കും ആ 2 കൈയും കൂടെ അടിച്ചൊടിക്കാനാണ് തോന്നുന്നത്. അല്ലാതെ എന്ത് ചെയ്യാൻ. ദൈവമായിട്ട് 2 കാലും കൊടുത്തിട്ടില്ല, എന്നിട്ടാണ് ഈ ഭീഷണി. ആ 2 കാലും കൂടെ ഉണ്ടായിരുന്നെങ്കിലുള്ള ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഉറക്കമൊന്ന്. അപ്പോൾ ഓക്കെ, ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ. ഗുഡ് നൈറ്റ്.